പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലൂടെ നാം പരിചയപ്പെടുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 1-ാം യൂണിറ്റിലെ 3-ാം ചാപ്റ്ററായ മാച്ച് ബോക്സ് എന്ന കഥയുടെ സമ്മറിയാണ്. ഈ വർഷത്തെ നമ്മുടെ പബ്ലിക് എക്സാമുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ ഏറെ സാധ്യതയുള്ള ഫോക്കസ് ഏരിയയിൽപ്പെട്ട ചാപ്റ്ററാണ് മാച്ച് ബോക്സ് എന്ന ഈ ഒരു കഥ. നമുക്ക് ഈ ഒരു കഥയുടെ സമ്മറിയിലേക്ക് പ്രവേശിക്കാം. മാച്ച് ബോക്സ് ബൈ അശപൂർണ ദേബി. മാച്ച് ബോക്സ് എന്നാൽ തീപ്പെട്ടി. മാച്ച് ബോക്സ് ഈസ് എ സ്റ്റോറി റിട്ടൺ ബൈ അശപൂർണ ദേബി. മാച്ച് ബോക്സ് എന്ന ഈ ഒരു കഥ എഴുതിയത് അശപൂർണ ദേബിയാണ്. ഇൻ ദ ബിഗിനിങ് ഓഫ് ദിസ് സ്റ്റോറി അശപൂർണ ദേബി കമ്പയേഴ്സ് വിമിൻ ടു മാച്ച് ബോക്സസ്. ഈ ഒരു കഥയുടെ തുടക്കത്തിൽ തന്നെ എഴുത്തുകാരിയായിട്ടുള്ള അശപൂർണ ദേബി സ്ത്രീകളെ തീപ്പെട്ടികളുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്, തീപ്പെട്ടികളുമായിട്ട് താരതമ്യം ചെയ്യുകയാണ്. ഷി സെയ്സ്, even though the matchboxes have the power to burn everything, they are not making problems. അവൾ പറയുകയാണ്, തീപ്പെട്ടികൾക്ക് എന്തിനേയും കത്തിക്കാനുള്ള കരുത്ത് ഉണ്ട് എങ്കിലും അവ ഒരിക്കലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല, അതല്ലെങ്കിൽ അവ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. We can see them everywhere in the house, calm and innocent, without making any problem. നമുക്ക് തീപ്പെട്ടികളെ കാണാൻ സാധിക്കും വീടിൻ്റെ എല്ലായിടങ്ങളിലുമായിട്ട്, ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ ശാന്തമായിട്ട് ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ദ റൈറ്റർ സേസ് വിമൻ ആർ ലൈക്ക് മാച്ച് ബോക്സസ്. എന്നിട്ട് എഴുത്തുകാരി പറയുകയാണ്, സ്ത്രീകൾ തീപ്പെട്ടികളെ പോലെയാണ്. അതായത് ഈ ഒരു കഥയുടെ തുടക്കത്തിൽ തന്നെ എഴുത്തുകാരിയായിട്ടുള്ള അശപൂർണ ദേബി സ്ത്രീകളെ തീപ്പെട്ടികളുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്, അതല്ലെങ്കിൽ സ്ത്രീകൾ തീപ്പെട്ടികളെ പോലെയാണ് എന്ന് പറയുകയാണ്. അതായത് തീപ്പെട്ടികൾക്ക് എന്തിനേയും കത്തിക്കാനുള്ള കഴിവുണ്ട് എങ്കിലും അവ ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ വീട്ടിൽ ശാന്തമായിട്ട് ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. സ്ത്രീകളും അങ്ങനെയുള്ള തീപ്പെട്ടികളെ പോലെയാണ് എന്നാണ് അശപൂർണ ദേബി ഈ ഒരു കഥയുടെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ടു പ്രൂവ് ഹെർ വേർഡ്സ് ഷീ ടെൽസ് എ സ്റ്റോറി. അത് തെളിയിക്കാനു വേണ്ടി, അതായത് സ്ത്രീകൾ തീപ്പെട്ടികളെ പോലെയാണ് എന്നത് തെളിയിക്കാനു വേണ്ടി അവരൊരു കഥ പറയുകയാണ്. ഇറ്റ്സ് എ സ്റ്റോറി ഓഫ് എ മാരീഡ് കപ്പിൾ. ഈ ഒരു കഥ കല്യാണം കഴിച്ചിട്ടുള്ള ഒരു കപ്പിൾസിൻ്റെ കഥയാണ്. അജിത് ആൻഡ് നോമിത, അതായത് അജിത്തിൻ്റെയും നോമിതയുടെയും കഥയാണിത്. നോമിത ഈസ് അജിത്സ് വൈഫ്. നോമിത ആരാണ്? അജിത്തിൻ്റെ ഭാര്യയാണ്. അപ്പോൾ നോമിതയുടെയും അജിത്തിൻ്റെയും കഥയാണ് ഇവിടെ പറയുന്നത്. ദേ ലിവ് ഇൻ എ ജോയിൻറ്റ് ഫാമിലി. അവർ ഒരു കൂട്ടുകുടുംബത്തിലാണ് താമസിക്കുന്നത്. അതായത് ദർ ആർ 26 മെമ്പേഴ്സ് ഇൻ ദിസ് ഫാമിലി. ഈ ഒരു കുടുംബത്തിൽ ആകെ 26 അംഗങ്ങളുണ്ട്. ആൻഡ് നോമിത ഈസ് ദ സെൻട്രൽ ക്യാരക്ടർ ഇൻ ദിസ് സ്റ്റോറി. നമ്മളിവിടെ പറയാൻ പോകുന്ന കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് നോമിത, അതായത് അജിത്തിൻ്റെ ഭാര്യയായിട്ടുള്ള നോമിത. ദ സ്റ്റോറി ഹാപ്പൻസ് ഇൻ അജിത്സ് ഹൗസ്. ഈ ഒരു കഥ സംഭവിക്കുന്നത് അജിത്തിൻ്റെ വീട്ടിൽ വെച്ചാണ്. ആൻഡ് ദ സ്റ്റോറി ഹാപ്പൻസ് ഓൺ സൺഡേ മോർണിംഗ്. ഈ ഒരു കഥ സംഭവിക്കുന്നത് ഞായറാഴ്ച രാവിലെയാണ്. ദ വാഷർമാൻ വാസ് വെയിറ്റിംഗ് ഔട്ട്സൈഡ് ഓഫ് ദ ഹൗസ് ഫോർ ക്ലോത്ത്സ്. അജിത്തിൻ്റെ വീട്ടിന് പുറത്ത് ഒരു വാഷർമാൻ, അതായത് ഒരു അലക്കുകാരൻ അലക്കാനുള്ള ഡ്രസ്സിനു വേണ്ടി കാത്തിരിക്കുകയാണ്. ആൻഡ് നോമിത ചെക്സ് ദ പോക്കറ്റ് ഓഫ് അജിത്സ് ഡേർട്ടി ക്ലോത്ത്സ് ബിഫോർ ഗിവിംഗ് ടു ദ വാഷർമാൻ. അലക്കുകാരന് അലക്കാനുള്ള വസ്ത്രങ്ങൾ കൊടുക്കുന്നതിന് മുമ്പായി നോമിത അവളുടെ ഭർത്താവായിട്ടുള്ള അജിത്തിൻ്റെ ഡ്രസ്സുകളിലെ പോക്കറ്റുകൾ ചെക്ക് ചെയ്യുകയാണ്. ആൻഡ് ഷീ ഗെറ്റ്സ് എ ലെറ്റർ ഫ്രം ഹിസ് പോക്കറ്റ്. അങ്ങനെ അജിത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് നോമിതയ്ക്കൊരു കത്ത് ലഭിക്കുകയാണ്. ആൻഡ് ദ ലെറ്റർ വാസ് ട്വിസ്റ്റഡ് ആൻഡ് ക്രംബിൾഡ് ആൻഡ് ഇറ്റ് വാസ് ഓപ്പൺഡ്. നോമിതയ്ക്ക് ലഭിക്കുന്ന ആ ഒരു കത്ത് അതെന്താണ് മടക്കിയിട്ടുണ്ട്, ചുരുട്ടി കൂട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ അത് തുറന്ന് നോക്കിയിട്ടുമുണ്ട്. ആൻഡ് ഷീ സീസ് ഹെർ നെയിം ഓൺ ദ ലെറ്റർ കവർ. അങ്ങനെ ആ ലെറ്റർ കവർ നോക്കുന്ന സമയത്ത് നോമിത അവളുടെ പേര് കാണുകയാണ്. അതായത് ദ ലെറ്റർ വാസ് ടു ഹെർ. ഈ ഒരു കത്ത് അവൾക്കുള്ള കത്തായിരുന്നു. ആൻഡ് വെൻ ഷീ ചെക്സ് ദ ഡേറ്റ് ഓഫ് ദ ലെറ്റർ ഷീ അണ്ടർസ്റ്റാൻഡ്സ് ദാറ്റ് ദ ലെറ്റർ കെയിം 3 days earlier. അങ്ങനെ അവൾ ആ ഒരു ലെറ്റർ വന്ന ആ ഒരു ഡേറ്റ് നോക്കുന്ന സമയത്ത് അവർക്ക് മനസ്സിലാക്കുകയാണ് ഈ ഒരു ലെറ്റർ 3 ദിവസം മുമ്പേ വന്ന കത്താണ്. അജിത് ഹാസ് ഓപ്പൺ ദ ലെറ്റർ ആൻഡ് റെഡ് ദ ലെറ്റർ വിത്തൗട്ട് നോമിതാസ് പെർമിഷൻ.
അജിത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു കത്ത് തുറന്നു നോക്കിയിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ആരുടെ പെർമിഷൻ ഇല്ലാതെ, നോമിതയുടെ പെർമിഷൻ ഇല്ലാതെ, നോമിതയുടെ അനുമതി ഇല്ലാതെ നോമിതയ്ക്ക് വന്നിട്ടുള്ള ആ ഒരു കത്ത് അജിത്ത് തുറന്നു നോക്കിയിട്ടുണ്ട്, വായിച്ചിട്ടുമുണ്ട്. ആൻഡ് ഹി ഡിഡിൻറ്റ് മെൻഷൻ അബൌട്ട് ദ ലെറ്റർ ടു നോമിത. ഈ ഒരു കത്തിനെ കുറിച്ച് അദ്ദേഹം നോമിതയോട് സൂചിപ്പിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ദെൻ നോമിത ഫീൽസ് ആംഗ്രി ടുവാർഡ്സ് അജിത്ത്. അതുകൊണ്ട് തന്നെ നോമിതയ്ക്ക് അജിത്തിനോട് ദേഷ്യം തോന്നുകയാണ്. അതായത് ഈ ഒരു കഥയുടെ തുടക്കത്തിൽ തന്നെ ആ ഒരു വീടിന് പുറത്ത് ഒരു അലക്കുകാരൻ വന്നിട്ടുണ്ട്. അപ്പോൾ അലക്കുകാരന് അലക്കാനുള്ള ഡ്രസ്സ് കൊടുക്കുന്നതിന് മുമ്പായി നോമിത അവളുടെ ഭർത്താവായിട്ടുള്ള അജിത്തിൻ്റെ ഡ്രസ്സുകൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുകയാണ്. അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അജിത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു ലെറ്റർ ലഭിക്കുകയാണ്. ആ ലെറ്ററിൻ്റെ അവസ്ഥ എന്താണ്, ആകെ ചുരുട്ടിക്കൂട്ടി മടക്കിയ രീതിയിലാണ്. അതായത് അജിത്ത് ആ ലെറ്റർ വായിച്ച് നോക്കിയിട്ടുണ്ട്, മനസ്സിലാക്കുകയാണ്. ദെൻ അവൾ ആ ഒരു ലെറ്റർ ചെക്ക് ചെയ്യുന്ന സമയത്ത് അവൾക്ക് മനസ്സിലാക്കുകയാണ് ഈ ലെറ്റർ നോമിതയ്ക്കുള്ള ലെറ്റർ ആയിരുന്നു. അജിത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, അത് തുറന്നു നോക്കിയിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. നോമിതയോട് ഒരിക്കൽ പോലും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ദെൻ നോമിത ഫീൽസ് ആംഗ്രി. അങ്ങനെ നോമിതയ്ക്ക് അദ്ദേഹത്തിനോട് ദേഷ്യം തോന്നുകയാണ്. ആൻഡ് ദിസ് ഇൻസിഡൻറ്റ് ഈസ് നോട്ട് കാഷ്വൽ, ഇറ്റ് ഈസ് ഡെലിബറേറ്റ്. ഈ ഒരു സംഭവം, അതായത് നോമിതയ്ക്ക് വരുന്ന കത്തുകൾ അജിത്ത് തുറന്ന് വായിക്കുക എന്നുള്ളത് ഇറ്റ് ഈസ് നോട്ട് കാഷ്വൽ, യാദർശികമായി സംഭവിച്ചതല്ല. ഇറ്റ് ഈസ് ഡെലിബറേറ്റ്, ഇത് കരുതിക്കൂട്ടി അജിത്ത് ചെയ്യുന്ന ഒരു കാര്യമാണ്. ദിസ് ഈസ് ദ അഗ്ലി ഹാബിറ്റ് ഓഫ് അജിത്ത്. ഇതാണ് അജിത്തിൻ്റെ മോശം അഗ്ലി ഹാബിറ്റ്, അതായത് മോശം സ്വഭാവം. എന്താണ് അജിത്തിൻ്റെ മോശം സ്വഭാവം? റീഡിങ് നോമിതാസ് ലെറ്റേഴ്സ് വിത്തൗട്ട് ഹെർ പെർമിഷൻ. അവളുടെ പെർമിഷൻ ഇല്ലാതെ അവൾക്ക് വരുന്ന കത്തുകൾ വായിക്കുക എന്നുള്ളതാണ് നോമിതയുടെ ഭർത്താവായിട്ടുള്ള അജിത്തിൻ്റെ മോശം സ്വഭാവം, അതായത് അഗ്ലി ഹാബിറ്റ്, മോശം സ്വഭാവം എന്ന് പറയുന്നത്. ആൻഡ് അജിത്ത് കീപ്സ് ദ കീ ഓഫ് ദ ലെറ്റർ ബോക്സ്. ആ ഒരു വീട്ടിലെ ലെറ്റർ ബോക്സിൻ്റെ കീ ആരുടെ അടുത്താണുള്ളത്? അജിത്തിൻ്റെ കയ്യിലാണ്. അജിത്താണിത് സൂക്ഷിക്കുന്നത്. ദെൻ വെൻ ഹി ഗെറ്റ്സ് എ ലെറ്റർ വിത്ത് നോമിതാസ് നെയിം, അങ്ങനെ അദ്ദേഹത്തിന് നോമിതയുടെ പേരിലുള്ള ഒരു കത്ത് ലഭിക്കുകയാണ് എങ്കിൽ ഹി ഓപ്പൺസ് ദ ലെറ്റർ ആൻഡ് റീഡ്സ് ദ ലെറ്റർ. അദ്ദേഹം എന്തെയും, അജിത്ത് എന്തെയും, ആ ഒരു കത്തുകൾ തുറന്നു നോക്കും, അതുപോലെ തന്നെ വായിക്കുകയും ചെയ്യും. ദെൻ ഹി ഗീവ്സ് ദ ലെറ്റർ ടു ഹെർ. എന്നിട്ട് ആയിരിക്കും ആ ഒരു കത്ത് നോമിതയ്ക്ക് അദ്ദേഹം കൊടുക്കുക. ആൻഡ് സംടൈംസ് ഹി ഡസൻറ്റ് ഗീവ് ദ ലെറ്റർ ടു ഹെർ. പലപ്പോഴും അവളുടെ ലെറ്റർ അവൾക്ക് കൊടുക്കാറുമില്ല. ദിസ് ഈസ് ദ അഗ്ലി ഹാബിറ്റ് ഓഫ് അജിത്ത്. അതാണ് അജിത്തിൻ്റെ മോശം സ്വഭാവം. അതായത് നോമിതയ്ക്ക് വരുന്ന ലെറ്ററുകൾ അജിത്ത് എന്ത് ചെയ്യും, തുറന്നു നോക്കും, വായിക്കുകയും ചെയ്യും. ചില സമയത്ത് അവൾക്ക് കൊടുക്കും, ചില സമയത്ത് അവൾക്ക് കൊടുക്കുകയുമില്ല. ഇതാണ് അജിത്തിൻ്റെ മോശം സ്വഭാവം എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ബിഹേവിയർ ഓഫ് അജിത്ത് ഹേർട്സ് നോമിത സെൽഫ് റെസ്പെക്റ്റ്. നോമിതയുടെ ആത്മാഭിമാനത്തെ ഇത് കളങ്കപ്പെടുത്തുന്നുണ്ട്. എന്ത്? അജിത്തിൻ്റെ ഈ ഒരു മോശം സ്വഭാവം. ആൻഡ് ദെൻ നോമിത സിറ്റ്സ് ദെയർ ആൻഡ് റീഡ്സ് ദ ലെറ്റർ. അങ്ങനെ നോമിത എന്ത് ചെയ്യാണ്, ആ അജിത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു ലെറ്റർ തുറന്ന് അവിടെ ഇരുന്നിട്ട് തുറന്ന് വായിച്ച് നോക്കുകയാണ്. ദ ലെറ്റർ വാസ് ഫ്രം നോമിതാസ് മദർ. ഈ ഒരു കത്ത് നോമിതയ്ക്ക് അയച്ചിട്ടുള്ളത് ആരാണ്? നോമിതയുടെ അമ്മയാണ്. അതായത് നോമിതയുടെ അമ്മയാണ് ഈ ഒരു കത്ത് അയച്ചിട്ടുള്ളത്. ദ കണ്ടൻറ്റ് ഓഫ് ദ ലെറ്റർ വാസ് ഹെർ ഹാർഡ്ഷിപ്സ് ആൻഡ് കംപ്ലെയിൻസ്. ഈ ഒരു കത്തിൻ്റെ ഉള്ളടക്കം എന്താണ്? അതായത് നോമിതയുടെ അമ്മ അയച്ച ഒരു കത്താണിത്. ഈ ഒരു കത്തിൻ്റെ ഉള്ളടക്കം എന്താണ്? ഹെർ ഹാർഡ്ഷിപ്സ്, അവളുടെ പ്രശ്നങ്ങളാണ്. ആൻഡ് കംപ്ലെയിൻസ്, അവളുടെ കംപ്ലയിൻറ്റുമാണ്. അതായത് നോമിതയുടെ അമ്മയുടെ കുറേ പ്രശ്നങ്ങളും ദുരിതങ്ങളൊക്കെയാണ് ഈ ഒരു കത്തിൽ ഉള്ളത്. എന്തൊക്കെയാണ് കണ്ടൻറ്റ് ആ ലെറ്ററിൻ്റെ? ദ സീലിംഗ് ഓഫ് ഹെർ റൂം ഈസ് ക്രാക്ക്ഡ്. അമ്മ അയച്ച ഒരു കത്തിൻ്റെ ഉള്ളടക്കം എന്താണ്? അമ്മയുടെ റൂമിൻ്റെ സീലിംഗ്, അതായത് റൂഫ് എന്ത് ചെയ്തിട്ടുണ്ട്? ക്രാക്ക്ഡ്, വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ട്. ആൻഡ് ദ റെയിൻ വാട്ടർ ഫ്ലോസ് ത്രൂ ദ സീലിംഗ്. ആ ഒരു സീലിങ്ങിലൂടെ മഴവെള്ളം അതിലൂടെ ഒലിച്ചു വരുന്നുണ്ട്. ഷി സെയ്സ് ഇഫ് ദർ ഈസ് നോ ഇമ്മീഡിയറ്റ് റെമഡി. അങ്ങനെ അമ്മ ഒരു കത്തിൽ അയച്ചിട്ടുണ്ട്, പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഇല്ല എങ്കിൽ ഷി വിൽ ഹാവ് ടു ഡൈ. അമ്മക്ക് മരിക്കേണ്ടി വരും. എങ്ങനെ? ക്രഷ്ഡ് അണ്ടർ ദ കൊളാപ്സ്ഡ് റൂഫ് ഓഫ് ദ ഹൗസ്. ആ ഒരു വീടിൻ്റെ റൂഫ് തകർന്ന് വീണ് അതിനടിയിൽ പെട്ട് ചതഞ്ഞരിഞ്ഞ് മരിക്കേണ്ടി വരും എന്നൊക്കെയാണ് നോമിതയുടെ അമ്മ ആ ഒരു കത്തിലൂടെ പറയുന്നത്. ആക്ച്വലി നോമിതാസ് മദർ വാസ് ബെഗിങ് ഫോർ മണി. ആക്ച്വലി ആ ഒരു കത്തിൻ്റെ ഉള്ളടക്കം എന്താണ്? നോമിതയുടെ അമ്മ പണത്തിന് വേണ്ടി യാചിക്കുകയാണ്. ആരെടുത്തുനിന്ന്? നോമിതയുടെ ഭർത്താവിൽ നിന്ന് പണം കിട്ടാൻ വേണ്ടിയാണ് ഈ നോമിതയുടെ അമ്മ ഈ ഒരു കത്ത് അയച്ചിട്ടുള്ളത്. ആൻഡ് ആക്ച്വലി ദ ലെറ്റർ ഫ്രം മദർ വാസ് എൻ ഇൻസൾട്ട് ടു നോമിത. അമ്മ അയക്കുന്ന ഇങ്ങനെയുള്ള കത്തുകൾ ആക്ച്വലി നോമിതയ്ക്കൊരു ഇൻസൾട്ടിങ് ആയിരുന്നു. സോ നോമിത ഫീൽസ് ആംഗ്രി ടു ഹെർ മദർ. നോമിതയ്ക്ക് അമ്മയോട് ദേഷ്യം തോന്നുകയാണ്. അതായത് അമ്മ അയച്ചിട്ടുള്ള ഒരു കത്തിൻ്റെ ഉള്ളടക്കം എന്താണ്? അവളുടെ പ്രശ്നങ്ങളും ദുരിതങ്ങളൊക്കെയാണ്. അതായത് അജിത്തിൻ്റെ അടുത്ത് നിന്ന് എങ്ങനെയെങ്കിലും ക്യാഷ് കിട്ടാൻ വേണ്ടിയാണ് നോമിതയുടെ അമ്മ ഈ ഒരു കത്ത് അയച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നോമിതയ്ക്ക് അമ്മയോടും ദേഷ്യം തോന്നുകയാണ്. ഇനി നോമിതയുടെ അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ
നോമിതാസ് മദർ ഇസ് എ പുവർ വിഡോ. നോമിതയുടെ അമ്മ ഒരു പാവം വിധവയാണ്. ദർ ഇസ് നോ സൺ ടു ഹർ. അവളെ നോക്കാൻ അവൾക്ക് ആരില്ല, ഒരു മകനില്ല. ബട്ട് ഷി ഹാസ് കൺസൈൻഡ് ഹർ ഡോട്ടർ ടു എ വെൽത്തി ഫാമിലി. ഇങ്ങനെയൊക്കെ ആണെങ്കിലും, അതായത് നോമിതയുടെ അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആകെ പാവപ്പെട്ട ഒരു വിധവയാണ്, എങ്കിലും അവളുടെ മകളായിട്ടുള്ള നോമിതയെ വളരെ സമ്പന്നമായിട്ടുള്ള ഒരു കുടുംബത്തിലേക്കാണ് കെട്ടിച്ചയച്ചിട്ടുള്ളത്. അജിത് ഈസ് എ റിച്ച് മാൻ. നോമിതയുടെ ഭർത്താവായിട്ടുള്ള അജിത്ത് വളരെ സമ്പന്നനായിട്ടുള്ളൊരു മനുഷ്യനാണ്, റിച്ച് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. ആൻഡ് നോമിത ഈസ് എ ബ്യൂട്ടിഫുൾ വുമൺ. നോമിതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവൾ വളരെ ഭംഗിയുള്ള ഒരു സ്ത്രീയാണ്. നോമിതാസ് മദർ തിങ്സ് ഹർ ഡോട്ടർ ഈസ് ലൈക്ക് എ ക്യൂൻ ഇൻ ഹർ ഹസ്ബൻഡ്സ് ഹൗസ്. നോമിതയുടെ അമ്മ ചിന്തിക്കുന്നത് നോമിത അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ ഒരു രാജ്ഞിയെ പോലെയാണ് ജീവിക്കുന്നത് എന്നാണ് നോമിതയുടെ അമ്മ നോമിതയെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ നോമിതയുടെ അമ്മ മരുമകനായിട്ടുള്ള അജിത്തിനെ കുറിച്ച് എങ്ങനെയാണ് ചിന്തിക്കുന്നത്? നോമിതാസ് മദർ തിങ്സ് ദാറ്റ് ഹർ സൺ ഇൻ ലോ അജിത് ഈസ് എ ലാർജ് ഹാർട്ടഡ് ആൻഡ് ഹൈ മൈൻഡഡ് മാൻ. നോമിതയുടെ അമ്മ അവളുടെ മരുമകനായിട്ടുള്ള അജിത്തിനെ കുറിച്ച് എങ്ങനെയാണ് ചിന്തിക്കുന്നത്? ഈസ് എ ലാർജ് ഹാർട്ടഡ്, വളരെ വിശാല മനസ്സുള്ള, ആൻഡ് ഹൈ മൈൻഡഡ്, ഉന്നത മനസ്സുള്ള, നല്ല മനസ്സുള്ള ഒരാളാണ് എന്നാണ് നോമിതയുടെ അമ്മ അവളുടെ മരുമകനായിട്ടുള്ള അജിത്തിനെ കുറിച്ച് ചിന്തിക്കുന്നത്. ദെൻ അങ്ങനെ നോമിത ഒരു കത്ത് തുറന്ന് വായിക്കുകയാണ്. ആ സമയത്ത് ആര് വരികയാണ്? അജിത് കംസ് ടു ദ റൂം ആഫ്റ്റർ ഹിസ് സൺഡേ ബാത്ത്. അജിത്ത് എന്ത് ചെയ്യാണ്? ഞായറാഴ്ചയുള്ള ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ആ റൂമിലേക്ക് വരികയാണ്. ആ സമയത്ത് നോമിത എന്ത് ചെയ്യാണ്? ആ ഒരു കത്ത് വായിക്കുകയായിരുന്നു. ദെൻ നോമിത ആസ്ക് ഹിം അബൌട്ട് ദ ലെറ്റർ. നോമിത ആ ഒരു കത്തിനെ കുറിച്ച് അജിത്തിനോട് ചോദിക്കുകയാണ്. അതായത് ആ ഒരു കത്ത് എന്തുകൊണ്ട് തന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ നോമിത അജിത്തിനോട് ചോദിക്കുകയാണ്. അജിത് സേസ് ഹി ഹാഡ് ഫൊഗോട്ടൺ ടു ഗിവ് ദ ലെറ്റർ ടു ഹർ. ആ സമയത്ത് അജിത്ത് പറയാണ് നോമിതയ്ക്ക് ഈ ഒരു കത്ത് കൊടുക്കാതിരിക്കാൻ കാരണം എന്താണ്? അദ്ദേഹം മറന്നുപോയതാണ് എന്ന് പറയുകയാണ്. ദെൻ ദിസ് ടൈം നോമിത കാൾസ് ഹിം എ ലയർ. ഇത് കേട്ട സമയത്ത് നോമിത അദ്ദേഹത്തിനെ ലയർ, അതായത് നുണയൻ എന്ന് വിളിക്കുകയാണ്. അതായത് നോമിത ഇങ്ങനെ കത്ത് തുറന്ന് വായിക്കുന്ന സമയത്ത് അജിത്ത് ആ റൂമിലേക്ക് വരികയാണ്. ആ സമയത്ത് നോമിത അജിത്തിനോട് ചോദിക്കുകയാണ്, ഈ കത്തിനെ കുറിച്ച് കാര്യങ്ങൾ ചോദിക്കുകയാണ്. എന്തുകൊണ്ട് എനിക്ക് വന്നിട്ടുള്ള ഒരു കത്ത് എനിക്ക് തന്നിട്ടില്ല കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് അജിത്ത് പറയുകയാണ് അദ്ദേഹം മറന്നുപോയതാണ്, ഈ ലെറ്റർ നോമിതക്ക് കൊടുക്കാൻ മറന്നുപോയതാണ് എന്ന് പറയുന്ന സമയത്ത് നോമിത അദ്ദേഹത്തിനെ നുണയൻ, അതായത് ലയർ എന്ന് വിളിക്കുകയാണ്. ആൻഡ് when Nomida asked him the purpose of reading her letters, Ajit says to her that he reads her letter to make sure that no one is passing her love letters. അങ്ങനെ നോമിത അജിത്തിനോട് എന്തുകൊണ്ടാണ് എനിക്ക് വന്നിട്ടുള്ള കത്തുകൾ നിങ്ങൾ വായിച്ച് നോക്കുന്നത്, തുറന്നു നോക്കി അതിലേക്ക് വായിക്കുന്നത് എന്ന് പറയുന്ന സമയത്ത് അജിത്ത് അവളോട് പറയുകയാണ്, ഹി വാസ് മേക്കിംഗ് ടു ഷുവർ ദാറ്റ് നോ വൺ ഈസ് പാസിംഗ് ഹർ ലവ് ലെറ്റേഴ്സ്. ആരും അവൾക്ക് നോമിതയ്ക്ക് ലവ് ലെറ്ററുകൾ അയക്കുന്നില്ല എന്ന് മനസ്സിലാക്കാനും വേണ്ടിയാണ് നോമിതയ്ക്ക് വരുന്ന ഓരോ കത്തുകളും തുറന്നു നോക്കുന്നത് എന്ന് അജിത്ത് അവളോട് പറയുകയാണ്. ദിസ് ടൈം നോമിത ബിക്കംസ് ആംഗ്രി ആൻഡ് ക്വാറൽസ് വിത്ത് അജിത്ത്. അങ്ങനെ ഇത് കേട്ട സമയത്ത്, അതായത് അജിത്ത് അവളോട് പറയുകയാണ് അവൾക്ക് വരുന്ന ഓരോ കത്തുകളും ഞാൻ തുറന്നു നോക്കാൻ കാരണം നോമിതക്കാരും ലവ് ലെറ്ററുകൾ അയക്കുന്നില്ലല്ലോ എന്ന് മനസ്സിലാക്കാനും വേണ്ടിയാണ്, അല്ലെങ്കിൽ ഉറപ്പിക്കാനും വേണ്ടിയാണ് എന്ന് അജിത്ത് പറയുന്ന സമയത്ത് നോമിതക്ക് കൂടുതൽ ദേഷ്യം വരികയാണ്. അങ്ങനെ അവൾ അജിത്തുമായിട്ട് തർക്കിക്കുകയാണ്. ആൻഡ് ഷീ കോൾസ് ഹിം എ വൾഗർ മാൻ. ഇത് കേട്ട സമയത്ത് നോമിത അദ്ദേഹത്തിനെ വൾഗർ മാൻ, വൃത്തികെട്ട മനുഷ്യൻ എന്ന് വിളിക്കുകയാണ്. അജിത് ടു ബിക്കംസ് ആംഗ്രി. ഈ സമയത്ത് അജിത്തിനും ദേഷ്യം വരികയാണ്. അജിത് കാൾസ് ഹർ ഡങ് പിക്കേഴ്സ് ഡോട്ടർ. അജിത്ത് അവളെ തിരിച്ചെന്ത് വിളിക്കുകയാണ്? ഡങ് പിക്കേഴ്സ് ഡോട്ടർ. ഡങ് എന്നാൽ ചാണകം വാരുന്ന ആളുടെ മകൾ എന്ന് നോമിതയെ അജിത്ത് തിരികെ വിളിക്കുകയാണ്. അങ്ങനെ അജിത്ത് നോമിതയെ ചാണകം വാരുന്ന ആളുടെ മകൾ എന്നൊക്കെ വിളിച്ച് ആക്ഷേപിക്കുന്ന സമയത്ത് നോമിത ഡിസൈഡ്സ് ടു ടീച്ച് ഹിം എ ലെസൺ. നോമിത അദ്ദേഹത്തിന് ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. എന്താണ് നോമിത ചെയ്യുന്നത്? ഷീ ടേക്സ് അജിത്ത് മാച്ച് ബോക്സ്. അവളെന്ത് ചെയ്യാണ്? അജിത്തിൻ്റെ മാച്ച് ബോക്സ്, തീപ്പെട്ടി എടുക്കുകയാണ്. ആൻഡ് ഷീ ലൈറ്റ്സ് എ മാച്ച് സ്റ്റിക്ക് ആൻഡ് ടച്ചസ് ഇറ്റ് ഇൻ ടു ഹെർ സാരി. അവളെന്ത് ചെയ്യാണ്? ആ തീപ്പെട്ടി കൂടിൽ നിന്ന് ഒരു തീപ്പെട്ടി എടുത്ത് ഉരസുകയാണ്. എന്നിട്ട് അവളുടെ സാരിയിൽ ടച്ച് ചെയ്യാണ്. ആൻഡ് നോമിദാസ് സാരി ബിഗാൻ ടു ഫയർ. അങ്ങനെ നോമിതയുടെ സാരി കത്താൻ തുടങ്ങുകയാണ്. അജിത്ത് ഫീൽസ് ഫിയർ. അജിത്തിനാകെ പേടി തോന്നുകയാണ്. ഹി ട്രൈസ് ടു പുട്ട് ഔട്ട് ദ ഫയർ. അദ്ദേഹം എന്ത് ചെയ്യാണ്? നോമിതയുടെ ആ കത്തിക്കൊണ്ടിരിക്കുന്ന സാരി കെടുത്താൻ ശ്രമിക്കുകയാണ്. ഹി പൗർസ് വാട്ടർ ഓൺ ദ സാരി. അങ്ങനെ അദ്ദേഹം നോമിതയുടെ സാരിയുടെ മേലേക്ക് വെള്ളം ഒഴിക്കുകയാണ്. ആൻഡ് ഹി കുഡ് പുട്ട് ഔട്ട് ദ ഫയർ. അങ്ങനെ അദ്ദേഹത്തിന് ആ ഒരു തീ കെടുത്താൻ സാധിച്ചു.
അതായത് അജിത്ത് നോമിതയെ ചാണകം വാരുന്ന ആളുടെ മകൾ എന്നൊക്കെ വിളിച്ച സമയത്ത് നോമിത അദ്ദേഹത്തിന് ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി അവളെന്ത് ചെയ്യാണ്, അവളുടെ സാരി കത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഈ സമയത്ത് അജിത്തിന് വളരെ പേടി വരികയും അജിത്ത് ആ ഒരു സാരി കത്തുന്നത് കെടുത്താൻ ശ്രമിക്കുകയും അങ്ങനെ കെടുത്തുകയും ചെയ്യുകയാണ്. ദിസ് ടൈം നോമിതാസ് നീസ് റിനി കംസ് ടു ദ റൂം. അങ്ങനെ അവിടെയുള്ള ഒരു റിനി എന്ന് പറയുന്ന ഒരു പേരുള്ള ഒരു പെൺകുട്ടി അവരുടെ റൂമിലേക്ക് വരികയാണ്. ഷീ ടെൽസ് അബൌട്ട് ദ വാഷർമാൻ. റിനി എന്ത് ചെയ്യാണ്, അവളോട് നോമിതയോട് പറയാണ് ആ ഒരു പുറത്ത് വെയിറ്റ് ചെയ്യുന്ന ആ ഒരു വാഷർമാനെ കുറിച്ച് പറയുകയാണ്. ആക്ച്വലി ദ വാഷർമാൻ വാസ് വെയിറ്റിംഗ് ഔട്ട്സൈഡ് ഓഫ് ദ ഹൗസ്. ആ ഒരു വീടിൻ്റെ പുറത്ത് ആരുണ്ടായിരുന്നു? ആക്ച്വലി തുടക്കത്തിൽ തന്നെ ഒരു വാഷർമാൻ, അതായത് അലക്കുകാരൻ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് നോമിത ഗോസ് ഡൗൺ സ്റ്റേഴ്സ് ടു ഗിവ് ദ ഡ്രസ് ടു ദ വാഷർമാൻ. അങ്ങനെ ഒരു അലക്കുകാരന് ഡ്രസ്സ് കൊടുക്കാൻ വേണ്ടി നോമിത താഴോട്ട് ഇറങ്ങി വരികയാണ്. ദ ഫാമിലി മെമ്പേഴ്സ് ഓൾസോ ടീസ് ഹെർ വിത്ത് ഷാർപ്പ് വേർഡ്സ്. അജിത്തിൻ്റെ വീട്ടിലുള്ള മറ്റ് അംഗങ്ങളും അവൾക്കെതിരെ മൂർച്ചയേറിയ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ബട്ട് ഷീ സ്മൈൽസ് അറ്റ് ദം. പക്ഷെ അവളെന്ത് ചെയ്യുന്നുണ്ട്, നോമിത എന്ത് ചെയ്യണേ, അവരൊക്കെ നോക്കി ചിരിക്കുന്നേ ഉള്ളൂ. ഒരിക്കലും നോമിത അവരോട് മേലെ നടന്നിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊന്നും അറിയിക്കുന്നില്ല. ഷീ പ്രിട്ടൻസ് ആസ് ഇഫ് നത്തിങ് ഹാസ് ഹാപ്പൻഡ്. ഒന്നും സംഭവിക്കാത്തതുപോലെ അവൾ അഭിനയിക്കുകയാണ്. അതായത് മേലെ അജിത്തും അവളും തമ്മിലിട്ടുള്ള ആ തർക്കങ്ങളൊന്നും അവൾ ആരെയും അറിയിക്കുന്നില്ല. മറ്റുള്ളവരുടെ മുന്നിൽ അവൾ ഹാപ്പി ആയിട്ട് അഭിനയിക്കുകയാണ്. ആൻഡ് നോമിത ഗോസ് ടു ദ കിച്ചൺ. അങ്ങനെ നോമിത ആ ഒരു കിച്ചൺ അടുക്കളയിലേക്ക് പോവുകയാണ്. ഷീ പീൽസ് ദ പൊട്ടാറ്റോസ്. ഉരുളക്കിഴങ്ങുകൾ തൊലിക്കുന്ന ആ ഒരു ജോലിയിൽ ഏർപ്പെടുകയാണ്. ഷി തിങ്സ് ടു സെൻഡ് ഹെ ഫ്യൂ റുപ്പീസ് ടു ഹെർ മദർ. ആ സമയത്ത് അവൾ എന്ത് ചെയ്യണം, അടുക്കളയിൽ വെച്ചിട്ട് അമ്മയ്ക്ക് എങ്ങനെ ക്യാഷ് അയച്ചു കൊടുക്കാം എന്നതിനെക്കുറിച്ച് അവൾ ചിന്തിക്കുന്നുണ്ട്. ഇറ്റ് ഷോസ് ഷീ ലവ്സ് ഹെർ മദർ. അത് കാണിക്കുന്നത് എന്താണ്, അവൾ അമ്മയെ അല്ലാതെ സ്നേഹിക്കുന്നുണ്ട്. അതായത് നോമിത അവിടെ ഇരിക്കുന്ന സമയത്ത്, അടുക്കളയിൽ ഇങ്ങനെ ജോലിയിൽ ഏർപ്പെടുന്ന സമയത്ത് അമ്മയ്ക്ക് എങ്ങനെ കുറച്ച് ക്യാഷ് അയച്ചു കൊടുക്കാം എന്നതിനെക്കുറിച്ച് അവൾ ചിന്തിക്കുന്നുണ്ട്. അത് കാണിക്കുന്നത് നോമിത അവിടെ അമ്മയെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മാച്ച് ബോക്സ് എന്ന കഥയിലൂടെ വിശദീകരിക്കുന്നത്. അതായത് അജിത്തിൻ്റെയും നോമിതയുടെയും കഥയാണിത്. അജിത്തിൻ്റെ മോശം സ്വഭാവമായിട്ടുള്ള നോമിതയ്ക്ക് വരുന്ന കത്തുകൾ വായിക്കുന്നതിനെതിരെ നോമിത പ്രതികരിക്കുന്നതാണ് ഈ ഒരു കഥയിലൂടെ പറയുന്നത്. ഓക്കെ, ഇനി ഈ ഒരു കഥയുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. തീർച്ചയായിട്ടും ഈ ഒരു ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ഈ ഒരു പാഠഭാഗം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. നമുക്ക് ചോദ്യഭാഗത്തിലേക്ക് പ്രവേശിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടൈറ്റിൽ ഓഫ് ദിസ് സ്റ്റോറി? ഈ ഒരു കഥയുടെ തലക്കെട്ട്, ഹെഡിങ് എന്താണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ റൈറ്റർ? ഈ ഒരു കഥ എഴുതിയ എഴുത്തുകാരിയുടെ പേര് എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടു ഹൂം ഡസ് ദ ഓഥർ കമ്പയർ ടു മാച്ച് ബോക്സ്? തീപ്പെട്ടികളെ ആരുമായിട്ടാണ് ഈ ഒരു കഥയുടെ തുടക്കത്തിൽ തന്നെ എഴുത്തുകാരി കമ്പയർ ചെയ്യുന്നത്, താരതമ്യം ചെയ്യുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ആർ വിമൻ കമ്പയർ ടു മാച്ച് ബോക്സസ്? എന്തുകൊണ്ടാണ് സ്ത്രീകളെ തീപ്പെട്ടികളുമായിട്ട് കമ്പയർ ചെയ്യുന്നത്? അതിനുള്ള കാരണം എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ആർ ദ ക്യാരക്ടേഴ്സ് ഇൻ ദി സ്റ്റോറി? മാച്ച് ബോക്സ് എന്നുള്ള ഈ ഒരു കഥയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഈസ് ദ മെയിൻ ക്യാരക്ടർ ഇൻ ദി സ്റ്റോറി? ഈ ഒരു കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രം ആരാണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് നോമിത ഫൈൻഡ് ഫ്രം അജിത്സ് പോക്കറ്റ്? അജിത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് നോമിത എന്താണ് കണ്ടെത്തുന്നത്? അതായത് അജിത്തിൻ്റെ പോക്കറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നോമിതയ്ക്ക് എന്താണ് ലഭിക്കുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ കണ്ടീഷൻ ഓഫ് ദ ലെറ്റർ? നോമിതയ്ക്ക് അജിത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു കത്ത് ലഭിക്കുന്ന സമയത്ത് ആ ഒരു കത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു? എങ്ങനെയായിരുന്നു ആ ഒരു കത്തുണ്ടായിരുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടു ഹൂം വാസ് ദ ലെറ്റർ? ഈ ഒരു കത്ത് ആർക്കുള്ളതായിരുന്നു? അതായത് ഈ ഒരു കത്ത് ആരെ ലക്ഷ്യം വെച്ചിട്ടുള്ള കത്തായിരുന്നു? ആർക്കുള്ള കത്തായിരുന്നു ഇത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ അഗ്ലി ഹാബിറ്റ് ഓഫ് അജിത്ത്? എന്താണ് അജിത്തിൻ്റെ മോശം സ്വഭാവം? അതായത് അജിത്തിൻ്റെ മോശം സ്വഭാവം എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു വാസ് ദ സെൻഡർ ഓഫ് ദ ലെറ്റർ? നോമിതയ്ക്കുള്ള ഈ ഒരു കത്ത് ആര് അയച്ചിട്ടുള്ളതായിരുന്നു? ആരായിരുന്നു ഈ ഒരു കത്ത് അയച്ചിട്ടുള്ളത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ കണ്ടന്റ് ഓഫ് ദ ലെറ്റർ? നോമിതയ്ക്കുള്ള ഈ ഒരു കത്തിൻ്റെ ഉള്ളടക്കം എന്തായിരുന്നു? അതായത് നോമിതയുടെ അമ്മ അയച്ചിട്ടുള്ള ഈ ഒരു കത്തിൻ്റെ ഉള്ളടക്കം എന്തായിരുന്നു? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് നോമിത കാൾ അജിത്ത്? നോമിത അജിത്തിനെ എന്തൊക്കെയാണ് വിളിച്ചത്?
അതായത് നോമിത അജിത്തിനെ 2 കാര്യങ്ങൾ വിളിക്കുന്നുണ്ട്. എന്തൊക്കെയായിരുന്നു അത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് അജിത്ത് കോൾ നോമിത? അജിത്ത് തിരിച്ച് നോമിതയെ എന്താണ് വിളിക്കുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് നോമിത ഫ്രൈറ്റൻ അജിത്ത്? എങ്ങനെയാണ് നോമിത അജിത്തിനെ പേടിപ്പിക്കുന്നത്? എന്ത് ചെയ്തിട്ടാണ് അജിത്തിനെ നോമിത പേടിപ്പിക്കുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ എക്സ്പെക്റ്റേഷൻസ് ഓഫ് നോമിതാസ് മദർ ഓൺ നോമിത ആൻഡ് അജിത്ത്? നോമിതയെക്കുറിച്ചും നോമിതയുടെ ഭർത്താവായിട്ടുള്ള അജിത്തിനെക്കുറിച്ചും നോമിതയുടെ അമ്മയുടെ പ്രതീക്ഷകൾ എന്തൊക്കെയായിരുന്നു? എന്തൊക്കെയാണ് അവരെക്കുറിച്ച് നോമിതയുടെ അമ്മയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ?